ഹലോ ഹായ്. കുറി വില്ലേജിൽ നിന്നുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയാണ്. കുറി വില്ലേജിൽ ഇന്നൊരു രാത്രി നമ്മൾ താമസിക്കുന്നത് ഡെസേർട്ടിലാണ്. കുറി വില്ലേജിൻ്റെ എല്ലാ ഡീറ്റെയിലുകളും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 തരം സ്റ്റേ ആണ് അവിടെയുള്ളത്. ഒന്ന് ഡെസേർട്ടിൽ പോയി തിരിച്ചു വരാം, എന്നിട്ട് കുറി വില്ലേജിൽ ബാദൽ ഹൗസിൽ, അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രാത്രി നക്ഷത്രങ്ങളോട് കഥ പറഞ്ഞ് ഈ ഡെസേർട്ടിൽ തന്നെ താമസിക്കാനുള്ള അവസരവുമുണ്ട്. പതിയെ 6 ഒട്ടകങ്ങളിലായി ഞങ്ങളിതാ കുരി വില്ലേജിൽ നിന്ന് ഡെസേർട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഒട്ടകങ്ങളുടെ മുകളിലാണ്, ഈ മണൽ മേഖലയിലൂടെ യാത്ര ചെയ്യുകയാണ്. 6 ഒട്ടകങ്ങളിലായി നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും പതുക്കെ മുന്നോട്ട് നീങ്ങുന്നു. ചുറ്റും നീണ്ട മണൽക്കുന്നുകളുണ്ട്. ശാന്തമായിട്ടുള്ള കാറ്റ് മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. മരുഭൂമിയുടെ പ്രത്യേകമായ സൗന്ദര്യം, ഇതെല്ലാം ചേർന്ന് ഈ യാത്ര വളരെ മനോഹരമാണ്. ക്യാമൽ ഡ്രൈവർ ഞങ്ങളോട് വെള്ളം ശേഖരിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊരു ദിവസത്തേക്കുള്ള വെള്ളം തൊട്ട് അടുത്ത് നമ്മൾ പോകുന്ന സ്ഥലത്ത് വെച്ച് ഇതാ ഈ കിണറ്റിൽ നിന്നും നമ്മൾ ശേഖരിക്കണം. ചെറിയ ഗ്രാമപ്രദേശത്ത് ഞങ്ങൾ കുറച്ച് സമയം നിർത്തി. അവിടെ വെള്ളം ശേഖരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. മരുഭൂമിയിലെ യാത്രയിൽ വെള്ളം എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ഇവർക്കൊന്നും സ്വന്തമായി കിണറുകളില്ല, ഈ പൊതു കിണർ മാത്രമാണ്. അവിടെ കുറേ ഗ്രാമീണ സ്ത്രീകൾ പരമ്പരാഗത വേഷത്തിൽ മുഖം മറച്ചുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ സമീപത്ത് ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു. ചില കുട്ടികൾ ചിരിച്ചും കളിച്ചും ആ പരിസരം സജീവമാക്കുന്നുണ്ട്. ഞങ്ങൾ വെള്ളം കോരിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വളരെ സ്നേഹത്തോടെ അത് അവർ സമ്മതിച്ചു. അവരുടെ സൗഹൃദപരമായ സ്വഭാവം അതിലൂടെ വ്യക്തമായി ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഏകദേശം 1 മണിക്കൂറിനടുത്തുള്ള ഈ ക്യാമൽ സഫാരിക്കൊടുവിൽ ഞങ്ങളിതാ ഞങ്ങളുടെ ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന താർ ഡെസേർട്ടിലെ ഈ ഒരു ഭാഗത്തെത്തി. ഇവിടെയാണ് ഇന്ന് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത്. ടെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഓപ്പൺ സ്പേസ് ആണ്. ഇവിടെ ഭക്ഷണം അവർ പ്രിപ്പയർ ചെയ്തു തരും. ഇന്ന് രാത്രി നമ്മൾ ഈ ഓപ്പൺ എയറിൽ കിടക്കുക എന്നതാണ് പരിപാടി. സംഭവം എന്തൊക്കെയാണെങ്കിലും ഒരു ഫാമിലിയായി വരുന്നവർക്കൊന്നും ഇത് എത്രമേൽ സ്യൂട്ടാവും എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. എന്നിരുന്നാലും ഒരു പ്രത്യേക അനുഭവം എന്ന രീതിയിൽ ഞങ്ങൾ മാനസികമായി വില്ലിങ്ങായി. നീണ്ട് കിടക്കുന്ന താർ ഡെസേർട്ടാണ് ഈ കാണുന്നത്. ഇന്ന് രാത്രി ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഒരു ജീപ്പ് സഫാരി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു പ്ലേസാണ് ഇത്. ഞങ്ങളും ഒരുപാട് ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്ത് കുറേ നടന്നു. അങ്ങനെ രാത്രിയായി. അങ്ങനെ സമയം ഇരുട്ടിയതോടുകൂടി 7 മണിയാവുമ്പോഴേക്ക് ഡിന്നർ റെഡിയായി. ചപ്പാത്തിയും മസാലക്കറിയുമാണ്. വന്ന് വൈകുന്നേരമാവുമ്പോൾ നമുക്ക് ഓരോ ചായയും ബിസ്ക്കറ്റും അവർ തരുന്നുണ്ടായിരുന്നു. ഈ ക്യാമൽ ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനും 2 മക്കളുമായിരുന്നു ഞങ്ങൾക്ക് എസ്കോട്ടായിട്ട് ക്യാമൽ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. വെജിറ്റേറിയൻ എന്നുള്ള ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, നോൺ വെജിറ്റേറിയൻ ഇല്ല. ഞങ്ങൾ ഒരുപാട് ഈ കുട്ടികളോടും ഇദ്ദേഹത്തോടുമൊക്കെ സംസാരിച്ച് അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായി. അവരൊരു പ്രത്യേക വൈബിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. പാട്ടുപാടിയും കളിച്ചും ചിരിച്ചും അങ്ങനെ 2 തരം ഭക്ഷണങ്ങളാണുള്ളത്. ഇതാ കാണുന്നത് പോലെ ചപ്പാത്തിയുണ്ട്, മസാലക്കറിയുണ്ട്, അതുപോലെ തന്നെ ചോറുമുണ്ട്, മസാലക്കറിയുമുണ്ട്. മറ്റൊരു ഓപ്ഷനുകളൊന്നും അവിടെ ഇല്ല. ഇനി നമുക്ക് സെപ്പറേറ്റ് നോൺ വെജ് വേണമെങ്കിൽ അത് മുൻകൂട്ടി അവരോട് പറഞ്ഞ് അങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ഞങ്ങൾ അതിനൊന്നും മുതിർന്നിട്ടുണ്ടായിരുന്നില്ല. അവരുണ്ടാക്കി തന്ന മസാലക്കറിയും ചപ്പാത്തിയും ചോറും ഒക്കെ കഴിച്ച് അങ്ങനെ വളരെ സന്തോഷം തോന്നി. കാരണം ഇവരുടെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ രാജസ്ഥാനി ഭാഷയിലുള്ള പാട്ടും കാര്യങ്ങളും എല്ലാം ഞങ്ങളെ ഹൃദയസ്ഥരാക്കി. 8 മണിയാകുമ്പോഴേക്ക് ഡെസേർട്ട് സഫാരിക്കുള്ള ജീപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു പ്രത്യേക അനുഭവമാകും എന്നുറപ്പാണ്. പക്ഷേ മൊബൈൽ ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നെനിക്കറിയാം. മൃഗങ്ങളുണ്ട് എന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം. 1500 രൂപയാണ് അരമണിക്കൂർ ഈ ഒരു സഫാരിക്ക് അവർ ഞങ്ങളിൽ നിന്ന് ഈടാക്കിയിട്ടുള്ളത്. ഇതാ ഈ ജീപ്പിലാണ് ഞങ്ങൾ പോവാൻ പോകുന്നത്.
തിരിച്ചു വന്ന് ബാക്കി വിശേഷങ്ങൾ. അരമണിക്കൂറോളം നീണ്ട ആ ഒരു സഫാരി ഡ്രൈവ് വളരെ മനോഹരമായിരുന്നു. പക്ഷേ മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അത് ഞങ്ങൾക്കും പ്രതീക്ഷയില്ലായിരുന്നു. ഒരു മാന് മാത്രമാണ്. തിരിച്ചെത്തുമ്പോഴേക്ക് ഞങ്ങൾക്ക് കിടക്കാനുള്ള മാട്രസും കാര്യങ്ങളൊക്കെ 2 ഇടങ്ങളിലായി അവർ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. സേഫാണോ എന്ന് ചോദിച്ചപ്പോൾ 3 നായകളടക്കം ഞങ്ങൾക്ക് കാവലിരിപ്പുണ്ട്. അത് ഞങ്ങൾക്ക് ഉറപ്പ് തന്നു. അങ്ങനെ അവർ പറഞ്ഞ മറ്റൊരു ആക്ടിവിറ്റീസ് ആയിരുന്നു ക്യാമ്പ് ഫയർ. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് കുട്ടികൾ ക്യാമ്പ് ഫയർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പതിയെ ഞങ്ങൾ ആ രാത്രിയുടെ മനോഹാരിതയിലേക്ക് മുഴുകി. 2-2:30 മണി വരെ അങ്ങനെ പാട്ടും കാര്യങ്ങളുമെല്ലാമായി ആ രാത്രി തള്ളി നീക്കി. जब सांसें लेता हूँ तेरा ही नाम लेता हूँ तूने क्या किया ओ वाह लगा कितना चाहो जी मेरी गोद कराओ जी तू तरसावे हो मन सकल അങ്ങനെ ആ മനോഹരമായിട്ടുള്ള രാത്രി കുറേ സമയം അവർ ഞങ്ങളോടൊപ്പം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനേക്കാൾ കൂടുതൽ ആ പാട്ടും ഡാൻസിനേക്കാളെല്ലാം കൂടുതൽ അവരുടെ സംസ്കാരവും ജീവിതവും എല്ലാം ഒന്ന് പഠിക്കണം എന്നൊരാഗ്രഹത്തോടെ ഞാൻ അവരോട് ഒരുപാട് സംസാരിച്ചു. ആ കുട്ടികളൊന്നും നിർഭാഗ്യവശാൽ സ്കൂളിൽ പോകുന്നില്ല. പക്ഷേ 6ഓളം ഭാഷകൾ ആ കുട്ടികൾ കൈകാര്യം ചെയ്യുന്നു എന്നാണ് അവരുടെ ആ ക്യാമൽ ഡ്രൈവർ പറഞ്ഞത്. അവരുടെ കുട്ടികൾ തന്നെയാണ്. കേരളത്തിൽ കൊണ്ടുവന്ന് അവരെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ജോലിയിലേക്ക് അവരെ കൊണ്ടുവന്നുകൂടെ എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞത് ഇത്രയും നല്ലൊരു ജോലി വേറെ എവിടെ കിട്ടാനാ എന്നാണ്. പാവങ്ങൾക്ക് അത്ര വിവരമേ ഉള്ളൂ എന്നുള്ളതാണ്. ഞാൻ പല കാര്യങ്ങൾ പല രീതിയിൽ അവരോട് ചോദിച്ചപ്പോഴും അവർക്ക് ആ ഒരു ഗ്രാമവും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വിവരം പോലുമില്ല. ജയ്സൽമീറിൽ പോലും അവർ ചിലപ്പോൾ പോകുന്നത് 2 മാസം കൂടുമ്പോഴൊക്കെയാണ്. അവരുടെ ജീവിതം അങ്ങനെയാണ്. ഭാര്യയും വേറെ 2 കുട്ടികളും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ മനോഹരമായിട്ടുള്ള അവരെ കഥകളും കേട്ട് അങ്ങനെ ഇരുന്നു. അതിനിടയിൽ ഞാൻ രാഷ്ട്രീയം കുറച്ച് സംസാരിച്ചു നോക്കി. അവർ BJPക്കല്ലാതെ വേറൊന്നും അവർ വോട്ട് ചെയ്യില്ല. എന്താ എന്ന് ചോദിച്ചപ്പോൾ അതങ്ങനെയാണ് എന്നാണ് അവരുടെ ഉത്തരം. അവരുടെ മുകളിലുള്ള ആളുകൾ അങ്ങനെയാണ് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അതിവിടെയാണ് കേരളവും അവരും മറ്റ് സംസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എന്നെനിക്ക് മനസ്സിലായി. വൈകാതെ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. നക്ഷത്രങ്ങൾ കൂടുകൂട്ടും എന്നെല്ലാം ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്ന് അന്നത്തെ രാത്രി ഉണ്ടായില്ല. പക്ഷേ 2:30-3 മണിയാകുമ്പോഴേക്ക് വിശപ്പിൻ്റെ വിളി വീണ്ടും വന്നു. ഞങ്ങളുടെ ആ പഴയ മാഗി കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങൾ ആ മരുഭൂമിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾ 3 പേരും വീണ്ടും മാഗി എടുത്തു, പ്രിപ്പയർ ചെയ്തു. കുറച്ച് കഴിയുമ്പോഴേക്ക് നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ താമസിച്ച താർ ഡെസേർട്ടിൻ്റെ ഒരു ചെറിയ ഭാഗമാണിത്. തണുപ്പ് സഹിക്കാൻ വയ്യാത്തപ്പോൾ ഒരു ചെറിയ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി താമസിച്ചിരുന്നത്. നമ്മുടെ കൂടെ വന്ന ക്യാമൽ ഡ്രൈവറും കുട്ടികളൊക്കെ അപ്പുറത്ത് ഉറക്കിലാണ്. അവർ എഴുന്നേറ്റ ഉടനെ ഒരു ചായ തരും എന്നൊരു പ്രതീക്ഷയാണ്. സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ. ഇവിടെ നിന്ന് ഇനി തിരിച്ച് യാത്രയാവുകയാണ്. ഡെസേർട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ പ്രാഥമിക കർമ്മങ്ങൾക്ക് വേണ്ടി കുരി വില്ലേജിലെ ബാദൽ ഹൗസിലേക്ക് പോകും. അവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് 11 മണിയുടെ ബസ്സിന് നേരെ തിരിച്ച് ജയ്സൽമീറിലേക്ക്. അങ്ങനെയാണ് പ്ലാന്. അപ്പോഴേക്ക് ഞങ്ങളുടെ ഒട്ടകങ്ങൾ തിരിച്ചെത്തിക്കഴിഞ്ഞു. വളരെ വൈകാതെ തന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ബാദൽ ഹൗസിൽ പോവുക,
പ്രാഥമിക കർമ്മങ്ങൾ കഴിക്കുക, റൂം വെക്കേറ്റ് ചെയ്ത് ജയ്സൽമീറിലേക്ക് പോകുക. 11 മണിക്കാണ് ബസ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹറിയായിട്ടാണ് കാര്യങ്ങളെല്ലാം രാവിലെ നീങ്ങിയത്. ആ ബസ് യാത്ര വളരെ മനോഹരമാണ്. അതിൻ്റെ റൂഫ് ടോപ്പിലിരുന്ന് നമുക്ക് യാത്ര ചെയ്യാം എന്നൊക്കെ ഇവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബ്രഷ് ചെയ്തു, നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വീണ്ടും സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഒരിക്കൽ കൂടി തിരിച്ചെടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി ഞങ്ങൾ ബാദൽ ഹൗസിലേക്ക് യാത്രയായി. അവിടെ നിന്ന് ഇനി റൂം വെക്കേറ്റ് ചെയ്ത് നേരെ തിരിച്ച് ബസ് കയറണം. ഒരിക്കലും നിങ്ങൾ ആ ബസ് യാത്ര മിസ് ചെയ്യരുത്. കാരണം പിന്നീടൊരിക്കലും നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ബസ് യാത്ര നടത്താൻ സാധിച്ചു എന്ന് വരില്ല. ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഇവരുടെ പ്ലേറ്റ് ക്ലീനിങ് ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു വെള്ളം കൊണ്ട് കഴുകുകയല്ല, മണലിട്ട് ഉരതി വൃത്തിയാക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ ചില അരോചകത്വം തോന്നാം, പക്ഷേ പ്ലേറ്റുകളും ഗ്ലാസുകളും എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട്. ഒരുപാട് കാണണമെന്നും വന്ന് താമസിക്കണം എന്നും ആഗ്രഹിച്ച ഒരു സ്ഥലം, രാജസ്ഥാനിലെ കുരി വില്ലേജ്. അവിടെ ഇതാ ബാദൽ ഹൗസിൽ നിന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് ഇപ്പോൾ ബസ്സിൻ്റെ റൂഫ് ടോപ്പിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ബസ് പുറപ്പെട്ടു കഴിഞ്ഞു നേരെ ജയ്സൽമീറിലേക്ക്. ഒരിക്കലെങ്കിലും ഇവിടെ വരിക, ഇവിടെ ഒന്ന് താമസിക്കുക എന്നുള്ളതൊരാഗ്രഹമായിരുന്നു. വളരെ മനോഹരമായി, വളരെ സന്തോഷമായി. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് സഹനം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ ഒരു യാത്രയും ഈ ഒരു താമസവും എല്ലാം നമുക്ക് വളരെ മനോഹരമാക്കാം. ഇത് ജീവിതത്തിലെ മറ്റൊരു വേറിട്ട അനുഭവമായിരുന്നു എന്ന് തീർത്തു പറയാം. അങ്ങനെ കുരി വില്ലേജിനോട് ഞങ്ങൾ പതിയെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ലക്ഷ്യമാക്കി വിട പറഞ്ഞു. ബൈ.